ഇതായിരുന്നു ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. നമ്മുടെ കൈതച്ചക്കയും പൈനാപ്പിള് പിന്നെ മാങ്കോ, കുറച്ച് പഴുത്ത അത്യാവശ്യം പഴുത്ത മാങ്കോയും കൂടെ കട്ട് ചെയ്തിട്ട് തിളപ്പിച്ച ആറിച്ച വെള്ളത്തിനകത്ത് ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുപ്പിക്കകത്ത് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചേക്കുക. എന്നപ്പം നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. തൽക്കാലം നമുക്കൊരു മാങ്കോ തന്നെ കഴിക്കാം, നോക്കാം എന്താണ് ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് കുത്തി, അല്ല മാങ്കോ വേണ്ട, ഞാൻ മനസ്സ് മാറ്റി, പൈനാപ്പിൾ എടുക്കാം. ഇതിനകത്തൊന്ന് പൈനാപ്പിളിനെ എടുത്ത്, ഞാൻ വലിയ കഷ്ണമുണ്ട് കുഞ്ഞു കഷ്ണമുണ്ട്, ഞാൻ മുറിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കുഞ്ഞു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, കഴിച്ച് നോക്കട്ടെ. വാ വളരെ നല്ലത്. അത്യാവശ്യം നല്ല എരിയുണ്ട്, പുളിയുണ്ട്, പിന്നെ ചെറിയൊരു മധുരവും. ഇത് നല്ല എരിയുണ്ട്, അത്യാവശ്യം നല്ല എരിയുണ്ട്. ആക്ച്വലി മാങ്കോ ഞാൻ പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടത്, അതിൻ്റെ പുറകാലം ഇട്ടത്. കൊള്ളാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇരുന്നെങ്കിൽ, ഇപ്പോൾ മാങ്കോയുടെ ഒക്കെ സീസണല്ലേ നാട്ടിൽ. ഇവിടെ ഞങ്ങളുടെയൊക്കെ UK നല്ല മാങ്കോ ഒന്നും കിട്ടത്തൊന്നുമില്ല. ചിലപ്പോൾ നല്ല മധുരമുള്ള മാങ്കോ കിട്ടും. അപ്പം ഞാൻ കണ്ടപ്പം മേടിച്ചുകൊണ്ട് വന്ന, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത്. ഇങ്ങനെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മുന്തിരിങ്ങ വേണമെങ്കിൽ ഇടാം. ആപ്പിൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, നല്ലതായിരിക്കും, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പൈനാപ്പിളും അടിപൊളി. ഇത്ര എരി വേണ്ടെങ്കിൽ നിങ്ങൾ ഇതിടാൻ, പച്ചമുളക് ഇടേണ്ട, ഇതിനകത്തോട്ട് കുറച്ചിട്ടാൽ മതി. പക്ഷേ പൊളി സാധനം. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ട്രൈ ചെയ്തോളൂ.